നമുക്കൊരു ട്രിപ്പ് പോയാലോ? 3 tickets. അതെന്തിനാ 3 ടിക്കറ്റ്സ്? ജിമ്മിക്കും. ഞാൻ വരണ്ടല്ലോ. ജോനല്ല, ജിമ്മിക്ക്. ട്രിപ്പ് പോണ്ട, ഒരു മണം കിട്ടാൻ വേണ്ട. പട്ടിയും കൊണ്ട് ഇനി ട്രിപ്പ് ഉണ്ടാക്കുന്നത് കിടന്നുറങ്ങാൻ നോക്കിയേ. പാവ എന്റെ ജിമ്മി. വേണ്ട തുപ്പാക്കിയ ഭയമില്ല. ഇതാര് ശിക്കാരിക്കോയോ? എന്തു പറ്റി കേണൽ സാർ? യുദ്ധം കഴിഞ്ഞുള്ള വരവാണോ? ആമാടാ, എനിക്കൊരു യുദ്ധം. എന്നുடைய സ്ഥലം അസിംഗമായി പോവാതെ കെയർ பண்ண വേണ്ടിയ യുദ്ധം. എന്താ സാറി പറയണേ? അങ്ക പാര്. കാണാല പാത്തിട്ടിയാ? Come with me, idiot. ആശയം എவ்வளவு നാളായി இந்த மாதிரி നടക്കരുത്. അങ്കിൾ പ്ലീസ്, എന്റെ ജിമ്മി അങ്ങനത്തെ ആളല്ല. വെറുതെ ഓരോന്ന് പറയരുത്. அப்படியா? നൈറ്റയ്ക്ക് ഞാനും കാണാമേ എൻ വീട്ടിലേക്ക് ഏറി വന്നത് இந்த പൊറുക്കിൻ നായിട്ടാ. കല്യാണപ്രായ അതിനുള്ള വഴി വേറെ നോക്കണം, അല്ലാതെ എന്റെ കുട്ടിയല്ല പറയണ്ടേ. அப்படியா? കല്യാണപ്രായം ആയിடுச்சு. ആനാലും இந்த மாதிரி பொறுக்கி பட்டி நாய்க்கன் பொண்ணை கொடுக்கல. ഇവനെ ഞങ്ങളുടെ തറവാട്ടി പറഞ്ഞവനാ. ரொம்ப അന്തസ്സുള്ള തറവാടാ. Stop it. இங்க பார், என் செல்லத்துக்கு ஏதாவது ஆயிடுச்சா சுட்டு தள்ளிடுவேன். ஜாக்கிரதை. Idiot. Bloody idiot. ഈ കേണലിന് ഭ്രാന്ത് കൂടിയല്ലോ. അതെ സാറേ, ഒരു സെക്കൻഡ്, ഇതൊന്ന് തീർത്തിട്ട് പോരെ? എടാ, നീ എനിക്ക് വെറും മാനേജർ അല്ല, പിന്നെ സ്വന്തം സഹോദരനെ പോലെയാ, ഒരു ബ്രദർ. സാറേ, ഇനി ഇക്കാര്യം പറഞ്ഞിട്ടേ എന്റെ ശമ്പളം കുറയ്ക്കാൻ നിൽക്കരുത്. ശമ്പളോ? അല്ല, ഏട്ടന്മാർ അനിയന്മാർക്ക് പൈസ കൊടുക്കണം നിർബന്ധമില്ലല്ലോ. സാലറി വേണേ കൂട്ടി തരടോ. കൂട്ടി തരുമോ? ആ, എന്താ പ്രശ്നം സാറേ? പറ. ഒരു സമാധാനമില്ലാത്ത ജീവിതാടോ എന്റെ. എന്താ സാറേ? ജാൻസിക്ക് എന്നേക്കാൾ കാര്യപ്പോ വാട്സപ്പിൽ ആരെങ്കിലായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഫേസ്ബുക്ക് അതല്ലടാ, വീടിന്റെ ആരെങ്കിലായിട്ട് അതൊന്നുമല്ല. ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ഭാര്യമാരുടെ ഒരു ഫാഷൻ. എടാ, വീട്ടിലൊരു നായയില്ലേ? അയ്യേ, പട്ടിയായിട്ട്. എടാ, ഫുൾ ടൈം അതിനെ കളിപ്പിക്കുക, ചിരിപ്പിക്കുക, അത് എന്നാ പരിപാടി? വെറുതെ കളിക്കട്ടെ സാറേ. എടാ, എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഫുൾ ടൈം അതിന്റെ കാര്യത്തിലാണ് ശ്രദ്ധ. സാറിന് ഈ കാര്യം ഒന്ന് വൈഫായിട്ട് സംസാരിച്ചാ പോരെ? അതൊക്കെ ഒരുപാട് പറഞ്ഞേ. അവളുടെ വീട്ടുകാർ മാത്രമല്ല, എന്റെ വീട്ടുകാർ അവളുടെ സൈഡാ. സത്യം പറഞ്ഞ ആ സാധനം നായല്ല, എന്നെ തൊലയ്ക്കാൻ വന്ന ചെകുത്താനാ. എന്താ കളിക്കണേ? എന്താടാ? പിന്നെ ചിരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? യങ് ബിസിനസ്മാൻ, ദുബായിലെ വലിയ അവാർഡ് വിന്നർ, പേര് കേട്ട തറവാടി. സാറേ, ഒരു പീക്കിന് നായന് മുമ്പിൽ ഇതൊക്കെ നാട്ടുകാർ കേട്ടാ വിശ്വസിക്കോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇങ്ങനെ പ്രശ്നം ആദ്യമായിട്ടാ. നിങ്ങൾക്ക് നാണമില്ലേ? ഒരു പാട്ടി. ഞാനൊക്കെയാണ് അതിനെ
തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതൊന്നും പറ്റില്ല. എന്തുകൊണ്ട്? അവക്കത് വലിയ വിഷമാവും. അയ്യോ, എനിക്ക് അവളെ ഭയങ്കര ആ ഇഷ്ടമാണ്. ഇഷ്ടം തിരിച്ചില്ലല്ലോ. അതൊന്നുമല്ല, ഈ നായ കാരണം. ഈ നായെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം നിന്റെ മനസ്സിൽ തെളിയുണ്ടോ? എവിടെ? സാറേ, നായനെ ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് പറ്റിയൊരു ചങ്ങായിണ്ട്. ആര്? ബബിലേഷ്. എന്ത്? ബബിലേഷ്? ചെങ്കീരി ബബിലേഷ്. സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാം. ദുബായ് പഴയ ദുബായ് അല്ല. പണി ദുബായിലായാലും കൊച്ചിയിലായാലും ഈ ബബിലേഷിന് ഒരേ മൈലേജാ. ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയണ? ഇത് ഞങ്ങൾ അധോലോക നായകന്മാരൊരു ഫേമസ് ഡയലോഗാ. അസോസിയേഷന്റെ തീരുമാന. ആദ്യ ഡയലോഗ്, പിന്നെ പേയ്മെന്റിന്റെ കാര്യം. ചിരിക്കണ്ട. താൻ ദുബായ് ദേരാന്ന് കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട്. എന്ത് കാര്യത്തിനാ? കറണ്ടിനും വെള്ളത്തിനും ബില്ലടയ്ക്കാത്തോണ്ട്. സോമാ, ബൈ ദ ബൈ മിസ്റ്റർ ജിമ്മി, 3 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തിരിക്കും. 3 ദിവസം കൊണ്ട്. അതെങ്ങനെ? കാര്യങ്ങളൊക്കെ സലഗുണ എന്നോട് പറഞ്ഞിരുന്നു. ആ നായിന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. അയ്യോ, കൊല്ലൊന്നും വേണ്ട. ജസ്റ്റ് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി തന്നാ മതി. അവിടെ കൊന്നാളുടെ സാറേ, നിങ്ങളെ പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് സാറേ, stop, ഞാൻ stop. വേണ്ട. അഡ്വാൻസ് അല്ല ബൈ, അത് വർക്ക് കഴിഞ്ഞാൽ തന്നാ പോരെ? കിട്ടുമോ? മതി. അതും പോയോ? പ്രശ്നം തരീനൊക്കെ വിശന്നിരിക്കുക. ആ ബെല്ലി ഡാൻസുകാരൻ ഇനിയിപ്പോ എങ്ങനെ ഒഴിവാക്കും? ഈ പണ്ടറിഞ്ഞിപ്പോ എന്നെ പിടിച്ച് തിന്നു. ജാൻസി, ആഹാ, ഇന്ന് നേരത്തെ എത്തിയല്ലോ. നേരത്തെ വന്നോണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ലേ? എന്ത്? അവിഹിതം. വാട്ട്? അവിഹിതത്തിന് ഇപ്പൊ ഇംഗ്ലീഷില് നിന്റെ പട്ടി, ആ പുന്നാര ജിമ്മിയില്ലേ, ആ പ്രാന്തൻ കേണലിന്റെ പട്ടിയായിട്ട് റോഡിൽ നിന്ന്. അയ്യോ, നാണക്കേട്. ഏ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചെന്തോ വലിയ പ്രശ്നമാണെന്ന്. അതെ, അവൻ അവളെ ഇഷ്ടാ, അവൾക്ക് അവനെയും. എനിക്കറിയാം. ആ, പിന്നെ അവനും വേണ്ട ഒരു കൂട്ട്, ഒരു ജീവിതം. അവനും അതിനൊക്കെയുള്ള പ്രായമായെന്ന്. ഈ വീക്ക് തന്നെ അവളുടെ വീട്ടിൽ പോയി സമ്മതം ചോദിക്കണം. അവളെ നമ്മുടെ ജിമ്മിക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന്. മോളെ, നീ ഒരുപാട് വെയിൽ എങ്ങനെ കൊണ്ടോ? നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല പിന്നെ, അങ്ങനെ വല്ല പെൺപൊട്ടികളുടെ പിന്നാലെ പോന്നവനല്ല എന്റെ ജിമ്മി. ഞാൻ കണ്ടതപ്പോ നിനക്ക് വിശ്വാസമില്ല? ഞാൻ കണ്ടതാ നേരിട്ട്. വാ, ഞാൻ കാണിച്ചു തരാം. ദേ ദേ എന്റെ ജിമ്മി. പാവം, ഇവനെ പറ്റി എന്തൊക്കെ നുണയാ പറഞ്ഞത്. എന്തൊരു കഷ്ടോ. അച്ഛടാ. Hey Jimmy. He's so cute, no? He's so handsome. He's just playing with his ball. വാ, ഞാൻ ജോന് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി തരാം. വാ. ഇവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു? എടാ, നിന്നെ പൂട്ടിട്ട് പിടിക്കാൻ ഒരാളെ കൊണ്ടുവരണ്ടാ. ചെങ്കീരി ബബിലേഷ്, നിന്റെ അവസാനം എത്തിയിടാ മോനെ. അറിയാലോ ജോ, എൻ്റെ പേഴ്സണൽ റിസ്കിലാണ് ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. മസ്റ്റായിട്ടും ഇറ്റാലിയൻ മോഡൽ അനസ്തേഷ്യ വെച്ചായിരിക്കണം ഈ ആഡ് നീ ഷൂട്ട് ചെയ്യേണ്ടത്. ഇതാണ് സിയോയുടെ ഡിമാൻഡ്. ഓഫ് കോഴ്സ്, ട്രസ്റ്റ് മീ ഡേവിഡ്, അനസ്തേഷ്യ തന്നെയായിരിക്കും നമ്മുടെ മോഡൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
എന്തൊക്കെ പുകയിലായിരുന്നു. ചെങ്കീരി എവിടുന്ന് കിട്ടി? ദേ ഇവൻ തന്നെ തോന്നി. ഇതേ വെറും ഒരു നായല്ലെന്ന് എനിക്കിപ്പോ ഉറപ്പായി. എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു. വേണ്ട, അല്ല വേറെ ഐഡിയ ആണ്. ഒരു ഐഡിയയും വേണ്ട. ദൈവകാര്യാണ്. ആ പറയ്. പറശ്ശിനിക്കട മുത്തപ്പന് വഴിപാട് കൊടുക്കുക. മുത്തപ്പന് നായകളെ വെച്ചാൽ വലിയ ഇഷ്ടമാണല്ലോ. അവിടെ നായയുടെ സ്വർണ്ണ പ്രതിമ വരെ ആളുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രൊജക്ട് ആരും കുഴപ്പമില്ല. ഇനിയും കൂടി പ്രൊജക്ട് ഇല്ലാന്ന്. What happened? What happened? അറിയില്ല. അത് വേറെ ഏതോ ഏജൻസി കൊണ്ടുപോയി എന്നാ തോന്നുന്ന. ദാറ്റ്സ് ഓൾ. ജോ, ഇനിയെങ്കിലും ഈ പട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ. കാര്യങ്ങൾ ഇങ്ങനെ പോയാ അതന്നെ ജെനിഫർ ഞാനും പറയണത്. ആ ബേബി ഫുഡിന്റെ ടീം കാണാൻ വന്നിട്ടുണ്ട്. Tell them to come in. ഓക്കെ സർ. ഈ ഏഞ്ചൽ ബേബി ഫുഡ് ഈ രംഗത്തെ ലോകത്തിലെ നമ്പർ 1 ആണെന്ന കാര്യത്തിൽ താങ്കൾക്ക് വല്ല സംശയമുണ്ടോ? വർഷങ്ങളായി ദുബായിലും ഇന്ത്യയിലും ഏഞ്ചൽ ബേബി ഫുഡിന് വേണ്ടിയുള്ള പരസ്യം. താങ്കളത് പെട്ടെന്നൊരു ദിവസം അങ്ങ് നിർത്തി. പരസ്യം താങ്കൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. പക്ഷെ ഞങ്ങളുടെ പ്രോഡക്റ്റിനെതിരെ സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തല്ലേ നല്ലത്. നിർത്തിയില്ലെങ്കിൽ കുട്ടികൾക്ക് ബേബി ഫുഡ് എന്നുള്ള പേരിൽ മാരകമായ വിഷം കലകി കൊടുക്കുന്ന തന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഇനി സമ്മതിക്കില്ല. അമ്മമാർക്ക് മുലപ്പാലിനേക്കാൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യം ഉണ്ടാക്കി കോടികൾ വാങ്ങിച്ചത് തന്റെ കമ്പനിയല്ലേ? അപ്പൊ കാശ് വാങ്ങിക്കുമ്പോ തനിക്ക് ബോധമൊന്നും ഉണ്ടായില്ല? ഇല്ല, ഉണ്ടായില്ല. ഇപ്പൊ ഉണ്ടായതാ. ഉണ്ടായത് കൊണ്ട് നിന്നെ ഒന്നും കൊണ്ടത് ഞാൻ നടത്തിക്കില്ല. നടക്കണം. ഞങ്ങൾക്കെതിരെ നിന്റെ ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് മൈ ഓഫീസ്. കാണാം, ഇവിടെ ഒരു പട്ടിയെ കൊണ്ട് തന്നെ സ്വൈര്യം. അപ്പോഴാണ് വേറെ കുറെ പട്ടികളും.